സ്കൂൾ സമയം വർദ്ധിപ്പിച്ചത് കൊണ്ട് എന്ത് നേട്ടമാണ് ഇവിടെ ഉള്ളത്? അപ്പൊ അതിൻ്റെ ഇടയിൽ ഉയർന്നു വന്ന മറ്റൊരു സംഗതി മദ്രസാ വിദ്യാഭ്യാസത്തെ അത് തകർക്കും എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ ഇത്തരം ഒരു ജനങ്ങളെ ബാധിക്കുന്ന ഒരു വിഷയം ചർച്ച ചെയ്യപ്പെടുമ്പോൾ ഒരു സർവകക്ഷി യോഗമൊക്കെ വിളിച്ച് അഭിപ്രായങ്ങൾ സ്വരൂപിച്ച് കൃത്യമായ ഡാറ്റ അനലൈസ് ചെയ്തിട്ട് വേണ്ട ഇത്തരം തീരുമാനങ്ങളിലേക്കൊക്കെ കടക്കാൻ. അഫ്ഫാൻ എന്ന് പറയുന്ന തിരുവനന്തപുരത്തുകാരനായ ആ ചെറുപ്പക്കാരൻ കത്തിയെടുത്ത് അല്ലെങ്കിൽ ഉമ്മയുടെ കഴുത്തിലേക്ക് ചേർത്ത് പിടിച്ചിട്ട് ഉമ്മയെ ഞെരിച്ചു കൊല്ലാൻ നോക്കിയത് അവൻ ഉമ്മയെ തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് എത്തിയത് കൊണ്ടാണ്. ആകാശ ദുരന്തം, അത്രമേൽ വലിയൊരു ആകാശ ദുരന്തം ഇന്ത്യയിൽ സംഭവിച്ചിട്ടുണ്ടോ എന്നറിയില്ല. അതിൽ കൊല ചെയ്യപ്പെട്ട അല്ലെങ്കിൽ മരണപ്പെട്ടു പോയ നഴ്സായി കേരളത്തിൽ നിന്ന് ലണ്ടനിലേക്ക് പോയി ജോലി ചെയ്യാൻ കൊതിച്ചൊരു പെൺകുട്ടി ആ കൂട്ടത്തിലുണ്ടായിരുന്നു. ആ സഹോദരിയും മരണപ്പെട്ടു. ആ പെൺകുട്ടിയെ ജാതീയമായി വംശീയമായൊക്കെ അധിക്ഷേപിക്കുന്ന ഒരു തഹസിൽദാരെ നമ്മൾ കാണുകയാണ് അല്ലേ? എഡ്യൂക്കേഷന്റെ കുറവാണോ? ലാക്ക് ഓഫ് എഡ്യൂക്കേഷൻ ആണോ? അല്ല, വിദ്യാഭ്യാസം ഉണ്ട്. ലാക്ക് ഓഫ് ധാർമ്മികതയാണ്. ധാർമ്മികത ഇല്ലാതായിപ്പോയി. ലുക്മാൻ അലി അള്ളാഹുനുവിന്റെ ചരിത്രം ഇങ്ങനെ പരതി നോക്കുമ്പോൾ അദ്ദേഹം ഒരു എത്യോപ്യക്കാരനായിരുന്നു. ഒരു നീഗ്രോയായിരുന്നു. ചുണ്ടുകളെല്ലാം തടിച്ച കറുകറുത്തൊരു മനുഷ്യൻ. ഇന്ന് ഏതെങ്കിലും ഒരു പ്രത്യേക സ്ഥാനത്തേക്ക് ഒരാളെ തിരഞ്ഞെടുക്കുമ്പോൾ അവന്റെ ജാതിയും മതവും നോക്കി, അല്ലെങ്കിൽ ഒരാൾ മരണപ്പെട്ട് കിടക്കുമ്പോൾ ജാതീയമായി അധിക്ഷേപിക്കാൻ പോലും തയ്യാറാകുന്ന ഉന്നതസ്ഥാനീയരായ ആളുകൾ നമ്മുടെ മുമ്പിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ ഖുർആൻ ഒരാളെ തിരഞ്ഞെടുക്കുന്നത് ഒരൊറ്റ കണ്ടീഷനിലാണ്. അവന്റെ വർണ്ണമോ വർഗമോ ഒന്നും നോക്കിയിട്ടല്ല. അവന്റെ കൽബിൽ അള്ളയുണ്ടോ, അവന്റെ കൽബിൽ തഖ്വയുണ്ടോ എന്നത് മാത്രമാണ് ഖുർആനിന്റെ കണ്ടീഷൻ എന്ന് പഠിപ്പിച്ചു തരുന്നുണ്ട് സയ്യിദുനാ റസൂലുള്ളാഹ്. ഇപ്പൊ നമ്മള് ഈ ദുൽഹജ്ജ് മാസത്തിൽ ഏറ്റവും കൂടുതൽ സ്മരിച്ചൊരു മഹദിയാണ് സയ്യിദത്തുന ഹാജർ റളിയല്ലാഹു അൻഹ. ഹജറ ബീവിയെ കുറിച്ച് ഒരുപാട് നമ്മൾ പറഞ്ഞു. ഹാജർ ഒരു നീഗ്രോയായിരുന്നു, കറുകറുത്ത പെണ്ണായിരുന്നു, അടിമപ്പെണ്ണായിരുന്നു സയ്യിദത്തുന ഹാജർ റളിയല്ലാഹു അൻഹ. ഇസ്ലാമിന്റെ പഞ്ചസ്തംഭങ്ങളിൽ ഒന്നായ ഹജ്ജ് പൂർത്തിയാകണമെങ്കിൽ ആ ഹാജറിനെ കുറിച്ചുള്ള ചിന്തയില്ലാതെ, ഹാജറ ബീവിയെ സ്മരിക്കാതെ ഹജ്ജ് പോലും പൂർണ്ണമല്ല. ഒരു യഥാർത്ഥ മുസ്ലിമായി ജീവിക്കാൻ ഹാജറ ബീവിയെ സ്മരിക്കാതെ പറ്റില്ല. എന്നിടത്താണ് അല്ലാഹു റബ്ബുൽ ആലമീൻ ഹാജർ റളിയല്ലാഹു അൻഹുവിനെ എങ്ങനെ അവതരിപ്പിക്കുന്നത്. അപ്പൊ അല്ലാഹു റബ്ബുൽ ആലമീൻ മനോഹരമായി നമ്മിലേക്ക് വരച്ചു കാണിച്ചു തന്ന ഒരു സൂറത്താണ് സൂറത്തുൽ ലുഖ്മാൻ എന്ന് പറയുന്നത്. ഞാൻ ഇന്ന് ഇത് ഉദ്ധരിക്കാനുള്ളൊരു കാരണം, വിദ്യാഭ്യാസ മന്ത്രിയുടെ ഒരു വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹത്തിൻ്റെ ഒരു വാക്കിങ്ങനെ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. സംഗതി നല്ല കാര്യമാണ്. അദ്ദേഹം പറയുന്നത്, കുട്ടികളെ നിങ്ങൾ പാഠപുസ്തകങ്ങൾ കുറച്ച് അടച്ചു വെക്കണം എന്നാണ്. പാഠപുസ്തകങ്ങൾ ഇടയ്ക്കൊക്കെ പാഠപുസ്തകങ്ങൾ പൂട്ടി വെച്ചിട്ട് നിങ്ങൾ സമൂഹത്തിലേക്ക് ഇറങ്ങണം, സമൂഹത്തെക്കുറിച്ച് പഠിക്കണം. ബാക്കി വിഷയത്തിലേക്ക് വരാം. ധാർമ്മികത പഠിക്കണം, അതുപോലെ തന്നെ വൈകാരിക ക്ഷമത പഠിക്കണമെന്ന് വിദ്യാഭ്യാസ മന്ത്രി തന്നെ വിദ്യാർത്ഥികളായ കുട്ടികളോട് വിളിച്ചു പറയുന്ന ഒരു കാഴ്ച കണ്ടു. സംഗതി ആ ഒരു സ്റ്റേറ്റ്മെന്റ് വളരെ മനോഹരമാണ്. ഇന്നത്തെ നമ്മുടെ ഈ ഒരു വിദ്യാഭ്യാസ സംവിധാനം തന്നെ ഒരു 3/4% തെറ്റാണെന്ന് വിശ്വസിക്കുന്ന ഒരു അധ്യാപകനാണ് ഞാൻ. അതായത് അതൊരു യാഥാർത്ഥ്യം തന്നെയാണ്. നമ്മൾ ഇന്ന് സ്കൂളിൽ പഠിച്ചത് കൊണ്ട് നമ്മളൊരു വലിയ പൊസിഷനിലേക്ക് എത്തിയതിനു ശേഷം ആ സ്കൂളിൽ പഠിപ്പിക്കപ്പെട്ട എന്തെല്ലാം ഉപകരിച്ചു എന്ന് നോക്കിക്കഴിഞ്ഞാൽ 90% വെറുതെ പാഴായി പോയിട്ടുണ്ടാവും. അപ്പൊ നമുക്ക് ഏറ്റവും കൂടുതൽ അടിത്തറയുള്ള വിദ്യാഭ്യാസം അത്യാവശ്യമാണ്. അപ്പൊ അദ്ദേഹം പറയുന്നുണ്ട്, നിങ്ങൾ സമൂഹത്തിലേക്ക് ഇറങ്ങണം, കുട്ടികളിൽ വൈകാരിക ക്ഷമതയുണ്ടാകണം, ധാർമ്മികത ഉണ്ടാകണം. പക്ഷേ ഈ ഒരു സംഗതി നമ്മൾ ആലോചിക്കുമ്പോൾ ഇതൊക്കെ പഠിപ്പിച്ചു കൊടുക്കേണ്ട, വരച്ചു കാണിക്കേണ്ട റോൾ മോഡൽസ് ആരാണ്? എവിടെ നിന്ന് പഠിക്കും കുട്ടികൾ ഇത്? ഈ വൈകാരിക ക്ഷമത, ഈ ധാർമ്മികത ഇത് പഠിപ്പിക്കുന്നത് ആരാണ്? വീട്ടിൽ ഭാര്യയോട് പിണങ്ങിയിട്ട് എല്ലാ ദേഷ്യവും കുട്ടികളോട് വന്ന് തീർക്കുന്ന അധ്യാപകരിൽ നിന്ന് പഠിക്കാൻ പറ്റുമോ? ഇത് അങ്ങനെയുള്ള ഒരുപാട് അധ്യാപകന്മാരുണ്ട്. വീട്ടിലെല്ലാ പ്രശ്നങ്ങളും കൊണ്ടുവന്ന് തീർക്കുന്നത് കുഞ്ഞുങ്ങളുടെ മേലാണ്. ഇവരിൽ നിന്ന് എങ്ങനെയാണ് കുട്ടികൾ ധാർമ്മികതയും വൈകാരിക ക്ഷമതയും പഠിക്കുന്നത്? എല്ലാ വൈകാരികതയും തീർക്കാനുള്ള ഉപകരണങ്ങളായി കുഞ്ഞുങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്ന ഈ നിമിഷത്തിൽ എവിടെ നിന്ന് പഠിക്കും? ഫ്രം വേർ? എവിടെ നിന്ന് പഠിക്കും? അവിടെയാണ് അള്ളാന്റെ ഹബീബ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്, ആദ്യത്തെ റോൾ മോഡൽ ആകേണ്ടത് അവരുടെ രക്ഷിതാവാണ് മുഹമ്മദുർ റസൂലുള്ളാഹ്. അപ്പൊ നമ്മള് കുട്ടികൾ നന്നാകാൻ വേണ്ടി ദ്വാരക്കുന്ന ഒരു ദ്വാണ്ടല്ലോ, റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അയുൻ. നമ്മൾ കുട്ടികൾ നന്നാകാനുള്ള ദ്വാ എന്ന് എഴുതിയിട്ട് അത് മാത്രമാണ് നമ്മുടെ മനസ്സിലേക്ക് വരിക. നമ്മൾ ദ്വാരക്കണേ, പടച്ചോനെ എൻ്റെ ഇണയെയും എൻ്റെ മക്കളെയും നീ നന്നാക്കണേ, കൺകുളിർമയാക്കണേ അല്ലാ. പക്ഷെ ഒരു കണ്ടീഷൻ പടച്ചോൻ വീണ്ടും പറയുന്നുണ്ട്, വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ.
അവർക്ക് മാതൃകയാക്കി ഞങ്ങളെ നീ മാറ്റണേ അല്ലാ. അപ്പൊ എന്ത് മനസ്സിലായി? ഞങ്ങൾ റോൾ മോഡൽ ആയെങ്കിൽ ആര് നന്നാവുള്ളൂ? കുട്ടികൾ നന്നാവുള്ളൂ. അല്ലാതെ ഞാൻ ഈ കിടന്ന് കരഞ്ഞു ദ്വാരുന്നതുകൊണ്ട് മാത്രമൊന്നും കുഞ്ഞുങ്ങൾ നന്നാവൂല. നമ്മൾ നിരന്തരം റോൾ മോഡലുകളാകണമെന്ന് സയ്യിദുനാ വ ഹബീബുനാ റസൂലുള്ളാഹ്. നല്ല പാരന്റിങ് അത് ഇമ്പോർട്ടൻ്റ് ആണ്. പാരന്റിങ്. അപ്പൊ കുട്ടികളെ ധാർമ്മികമായ വഴിയിലൂടെ പാരന്റിങ്ങിലൂടെ മുൻപിലേക്ക് നടത്താൻ മാതാപിതാക്കൾക്ക് കഴിയണമെന്നാണ്. ഇപ്പൊ അമേരിക്കയിൽ ഏറ്റവും കൂടുതൽ വായിക്കപ്പെട്ട ഒരു ഗ്രന്ഥത്തെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തിരുന്നു. ദ ഫാദർലെസ് അമേരിക്ക, അച്ഛനില്ലാത്ത അമേരിക്ക എന്നാണ് പുസ്തകത്തിന്റെ പേര്. അതെഴുതിയത് ഡേവിഡ് ബ്ലാങ്കൻഹോൺ ആണ്. ഡേവിഡ് ബ്ലാങ്കൻഹോൺ അദ്ദേഹം ഒരു വലിയ സൈക്കോളജിസ്റ്റ് ആയിരുന്നു. അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്, അമേരിക്കയിലെ കുട്ടികൾ ഏറ്റവും മോശമായി പോകാനുള്ള ഒരു കാരണം 19-20 നൂറ്റാണ്ടുകളിൽ അമേരിക്കയിൽ സംഭവിച്ച ലിവിങ് ടുഗദർ എന്ന് പറയുന്ന ഏറ്റവും വൃത്തികെട്ട പ്രവർത്തനമാണെന്നാണ്. ലിവിങ് ടുഗദർ, എനിക്കൊരാൾ ഇഷ്ടമായി, കൂടെ അങ്ങ് താമസിക്കും. പിന്നെ അതിൽ കുഞ്ഞുങ്ങൾ ഉണ്ടായാൽ ചിലപ്പോൾ കുട്ടികൾ അനാഥരായി എവിടെയെങ്കിലുമൊക്കെ വളരും, അല്ലെങ്കിൽ സിംഗിൾ പാരന്റിങ്ങിലൂടെ ഏറ്റവും മോശമായ കുട്ടിയായത് മാറും. അപ്പൊ ഈ 19-20 നൂറ്റാണ്ടുകളിൽ കുഞ്ഞുങ്ങളിൽ ഏറ്റവും മോശം സ്വഭാവം ഉണ്ടാകാനുള്ള കാരണം ഈ ലിവിങ് ടുഗദർ ആണ് എന്ന് പറയുന്നത് ഡേവിഡ് ബ്ലാങ്കൻഹോൺ എന്ന ഏറ്റവും വിശ്വവിഖ്യാതനായ സൈക്കോളജിസ്റ്റ് ആണ്. അദ്ദേഹമാണ് ദ ഫാദർലെസ് അമേരിക്ക എന്ന് പറയുന്ന പുസ്തകം തന്നെ രചിക്കുന്നത്. ശരിക്കും അവരൊക്കെ ഏറ്റവും മോശമാണെന്ന് കരുതി വലിച്ചെറിഞ്ഞ സംഗതികളാണ് ഇന്ന് നമ്മൾ കടമെടുക്കുന്നത്. അമേരിക്കക്കാർ വലിച്ചെറിഞ്ഞ സംഗതികൾ ഏറ്റെടുക്കാൻ നമ്മളുണ്ട്. എനിക്ക് കല്യാണം വേണ്ട, ലിവിങ് ടുഗദർ മതി എന്നാണ്. യഥാർത്ഥത്തിൽ അല്ലാമ ഇക്ബാലിന്റെ 2 വരികളുണ്ടല്ലോ, ഇതർ ഡൂബേ ഉദർ നിക്കലെ, ഉദർ ഡൂബേ ഇതർ നിക്കലെ. ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഒരു ഫ്ലെക്സിബിലിറ്റി ഉള്ള മതമാണ്. ഇവിടെ അസ്തമിക്കുമ്പോൾ അവിടെ ഉദിക്കും, അവിടെ അസ്തമിക്കുമ്പോൾ ഇവിടെ ഉദിക്കും. ഇപ്പൊ ഇവിടെ നമ്മൾ ഇസ്ലാമിനെ കൈയൊഴിയുമ്പോൾ അമേരിക്കക്കാര് അല്ലെങ്കിൽ യൂറോപ്യൻസ് ഇസ്ലാമിനെ ഇങ്ങനെ താങ്ങിയെടുക്കാൻ, മുസ്ലിമാകാൻ കൊതിക്കാൻ, ഇസ്ലാമിലൂടെ സമാധാനം കണ്ടെത്താൻ, ആത്മീയതയിലൂടെ, നക്ഷബന്ദി ത്വരീക്കത്തിലൂടെ, ഹക്കാനി ത്വരീക്കത്തിലൂടെയൊക്കെ ഒരുപാട് സായിപ്പന്മാർ ഇസ്ലാമിലേക്ക് ഇങ്ങനെ കടന്നു വരുമ്പോൾ നമ്മൾ ഇസ്ലാമിന് ഇവിടെ ഇങ്ങനെ കൈയൊഴിഞ്ഞുകൊണ്ടിരിക്കാൻ, നമ്മൾ അവരിങ്ങനെ ഛർദ്ദിച്ചിട്ട അല്ലെങ്കിൽ കുപ്പത്തൊട്ടിയിലേക്ക് വലിച്ചെറിഞ്ഞ വേസ്റ്റുകളെ തലയിൽ ചുമന്നുകൊണ്ട് നടക്കുന്ന ഏറ്റവും നെറികെട്ട മനുഷ്യന്മാരായി മാറിയെന്ന് അന്ന് പാടി വെച്ചത് ഡോക്ടർ അല്ലാമ ഇക്ബാലാണ്. ഇരിക്കട്ടെ, അദ്ദേഹം പറയുന്നൊരു വാക്കുണ്ട്, ഇൻ ദ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് at the close of 20th century, paternal disinvestment has become the major cause of declining child well-being. പാരന്റിങ് മോശമായതാണ് മക്കൾ വഴിതെറ്റാൻ, കുട്ടികൾക്ക് ഒരു അരക്ഷിതാവസ്ഥ ഉണ്ടാകാനുള്ള അമേരിക്കയിലെ ഏറ്റവും വലിയ പ്രശ്നമായിട്ട് അദ്ദേഹം ഫീൽ ചെയ്യുന്നത് എന്ന് ഡോക്ടർ ഡേവിഡ് ബ്ലാങ്കൻഹോൺ പറഞ്ഞു വെക്കുകയാണ്. ഇപ്പൊ ഈ അടുത്ത് കുറച്ച് നാളുകൾക്ക് മുമ്പ് തന്നെ ഒരു കൗൺസിലിംഗ് ക്ലാസ് ഇതുപോലെ എടുക്കുന്നതിനിടയിൽ ഒരു കുട്ടി എന്നോട് ചോദിച്ചു, എന്തിനാണ് സാർ നമുക്ക് കല്യാണമൊക്കെ? കല്യാണമൊന്നും വേണ്ടല്ലോ, സമാധാനമായിട്ട് അങ്ങ് ജീവിക്കാന്നാണ്. എന്നാൽ നല്ല കൾച്ചറുള്ള ബുദ്ധിജീവികളൊക്കെ പറഞ്ഞു വെച്ചു, സമാധാനമുള്ള ഒരു സംസ്കാര സമ്പന്നരായ ഒരു സമൂഹത്തെ വാർത്തെടുക്കണമെങ്കിൽ അതിനടിത്തറ കുടുംബം തന്നെയാണ്. ദ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് ലവ്, പ്രണയം പഠിപ്പിക്കുന്ന, സ്നേഹം പഠിപ്പിക്കുന്ന ഇടമാണ് യഥാർത്ഥത്തിൽ കുടുംബം. ആ കുടുംബത്തിൽ നിന്ന് സ്നേഹം പഠിപ്പിക്കപ്പെടുന്നില്ല എങ്കിൽ അവൻ തലതെറിച്ചു പോവും, പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ യഥാർത്ഥത്തിൽ ഇത് കണ്ട് ആ കുടുംബത്തിൽ നിന്ന് കിട്ടേണ്ടത് കിട്ടാത്ത കുട്ടിയാണ് എനിക്ക് വിവാഹം വേണ്ട, എനിക്ക് ലിവിങ് ടുഗദർ മതി എന്നൊക്കെ പറഞ്ഞ് പുറത്തേക്ക് വരുന്നത് ഏറ്റവും മോശമായി തീരുന്നത് എന്ന് അമേരിക്കൻസ് പോലും പറഞ്ഞു വെക്കുന്നുണ്ട്. അദ്ദേഹം പറയുന്നത് കാണാം, ആ മാതാപിതാക്കളുടെ കരുതൽ ലഭിക്കാതെ പോയതാണ് ആ കുട്ടികൾ വഴിതെറ്റിയത്. എസ്പെഷ്യലി ദോസ് റൂട്ടഡ് ഇൻ വയലൻസ്. അത് വയലൻസിലേക്ക്, അക്രമത്തിലേക്ക് നയിച്ചു എന്നാണ് കുട്ടികളെ കുറിച്ച് പറയുന്നത്. മാതാപിതാക്കൾ നോക്കാത്തത് കൊണ്ട് ആ കുട്ടികളെ അക്രമത്തിലേക്ക് കാര്യങ്ങൾ നയിച്ചു എന്നുള്ളതാണ് ഇപ്പൊ വേണ്ടത്. ഇപ്പൊ നമ്മൾ ഈ SSLC റിസൾട്ട് വന്ന സമയത്ത് ഒരു കുട്ടിയുടെ മാർക്ക് ഷീറ്റ് നമ്മളൊക്കെ കണ്ടതാണ്. അതിൽ ആദ്യത്തെ പരീക്ഷയ്ക്ക് A+ ഉണ്ട്, ബാക്കിയുള്ളിടത്തൊക്കെ ആബ്സെന്റ് എന്നാണ് കാണുന്നത്. അവന് വീട്ടിൽ മടി പിടിച്ചിരുന്നതല്ല, ആ പരീക്ഷകൾ എഴുതേണ്ട സമയത്ത് ഷഹബാസ് എന്ന ആ പൊന്നുമോൻ ഖബറിന്റെ ഉള്ളിലാണ്. ആരാണ് ഷഹബാസിനെ കൊന്നത്? തന്റെ കൂടെ പഠിച്ച, തന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരിൽ അടിച്ചു കൊല്ലപ്പെട്ടവനാണ് ഷഹബാസ് എന്ന പൊന്നുമോൻ. ആരാണ് കൊന്നത്? വിദ്യാസമ്പന്നരായ, തൻ്റെ കൂടെ പഠിക്കുന്ന, എഡ്യൂക്കേറ്റഡ് ആയ തൻ്റെ ഫ്രണ്ട്സാണ് കൊന്നു കളഞ്ഞത്. അതാണ് ഒരു A+ഉം ബാക്കിയുള്ളതൊക്കെ ആബ്സെന്റ് ആയി മാറിയത്. അപ്പൊ വിദ്യാഭ്യാസം എല്ലാവരും കൊടുക്കുന്നുണ്ട്, എല്ലാവരും വെൽ എഡ്യൂക്കേറ്റഡ് ആണ്. പക്ഷെ ആ എഡ്യൂക്കേഷനിൽ മാത്രം എന്തിരിക്കുന്നു? അധാർമികമായ എഡ്യൂക്കേഷൻ ആണെങ്കിൽ, അധാർമിക അടിത്തറയിൽ നിന്ന് എഡ്യൂക്കേറ്റഡ് ആയവനാണെങ്കിൽ അവനെ കൊണ്ട് ലോകത്തിന് ശാപമാണ് ഉണ്ടാവുക എന്ന് പറയുന്നത് ഡേവിഡ് ബ്ലാങ്കൻഹോണിനെ പോലെയുള്ള വലിയ വിശ്വവിഖ്യാതരായ സൈക്കോളജിസ്റ്റുകളാണ്.
അപ്പൊ യഥാർത്ഥത്തിൽ ഇവിടെ കൈമാറപ്പെടേണ്ട ഒരു സംഗതി ഹൃദയത്തിൽ നിന്ന് ഹൃദയത്തിലൂടെ പ്രയാണം ചെയ്യുന്ന ഒരു സംസ്കൃതിയാണെന്ന് പഠിപ്പിക്കുന്ന സയ്യിദുന വഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ അതിന് മുമ്പിൽ നിൽക്കേണ്ടവരാണ് യഥാർത്ഥത്തിൽ രക്ഷിതാക്കൾ, മാതാപിതാക്കൾ എന്നൊക്കെ പറയുന്നത്. അതുപോലെ അധ്യാപകർ. ഇപ്പൊ നമ്മുടെ വിദ്യാഭ്യാസ സിസ്റ്റത്തിൽ സംഭവിക്കേണ്ട ഒരു സംഗതി എന്താണ്? നമ്മൾ കുറെ ഡാറ്റാസ് ഇങ്ങനെ പഠിച്ചു വെക്കും, കുറെ ഡാറ്റാസ് ഇങ്ങനെ നമ്മൾ കളക്ട് ചെയ്യാൻ. പക്ഷെ ഞാൻ ആരാണ്, എൻ്റെ ബാപ്പ ആരാണ്, എൻ്റെ ഉമ്മ ആരാണ്, അല്ലെങ്കിൽ ഞാൻ എന്താണ്, എനിക്ക് എന്താണ് ചെയ്യാനുള്ളത്, എൻ്റെ കർത്തവ്യം എന്താണ്, ഇതൊക്കെ നമ്മൾ എവിടെയാ പഠിക്കുന്നേ? ഇപ്പൊ പുതിയൊരു സംഗതി വന്നല്ലോ, സ്കൂൾ ടൈം വർദ്ധിപ്പിച്ചു എന്നുള്ളതാണ്, അധികരിപ്പിച്ചു എന്ന് തന്നെ. ഇത് യഥാർത്ഥത്തിൽ ചിന്തിച്ചു നോക്കുമ്പോൾ എന്തൊരു ബ്ലണ്ടറാണ് അല്ലേ? ഞാൻ പറഞ്ഞല്ലോ, ഞാനൊരു പാർട്ടിയുടെ ആളല്ല, അതുകൊണ്ട് ഞാൻ എല്ലാം പറയും. സ്കൂൾ സമയം വർദ്ധിപ്പിച്ചത് കൊണ്ട് എന്ത് നേട്ടമാണ് ഇവിടെ ഉള്ളത്? അപ്പൊ അതിൻ്റെ ഇടയിൽ ഉയർന്നു വന്ന മറ്റൊരു സംഗതി മദ്രസാ വിദ്യാഭ്യാസത്തെ അത് തകർക്കും എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ ഇത്തരം ഒരു ജനങ്ങളെ ബാധിക്കുന്ന ഒരു വിഷയം ചർച്ച ചെയ്യപ്പെടുമ്പോൾ ഒരു സർവകക്ഷി യോഗമൊക്കെ വിളിച്ച് അഭിപ്രായങ്ങൾ സ്വരൂപിച്ച് കൃത്യമായ ഡാറ്റ അനലൈസ് ചെയ്തിട്ട് വേണ്ട ഇത്തരം തീരുമാനങ്ങളിലേക്കൊക്കെ കടക്കാൻ. ഇപ്പൊ ഇവിടുത്തെ മദ്രസ സംവിധാനം എങ്ങനെയാണത് തകരുക? ചിലർ പറയും, ഉസ്താദ് 15 മിനിറ്റ് അല്ലെങ്കിൽ അരമണിക്കൂറല്ലേ ആകെ എക്സ്ട്രാ ഉള്ളൂ എന്നാണ്. ഇപ്പൊ തന്നെ സ്കൂൾ വിട്ടിട്ട് കുട്ടികൾ എത്ര മണിക്കാണ് വീട്ടിലേക്ക് എത്തണേ? ഇന്നലെ എൻ്റെ കുഞ്ഞ് വീട്ടിലേക്ക് എത്തിയത് 6:15-നാണ്. 3 മണിക്ക് സ്കൂൾ വിട്ടിട്ട് 6:15-നാണ് എൻ്റെ കുട്ടി വീട്ടിലേക്ക് എത്തിയത്. പിന്നെ 2ാമത്തെ ദിവസമല്ലേ, ഡ്രൈവർ സ്ഥലമൊക്കെ പഠിച്ചു വരുന്നുള്ളൂ എന്ന് കരുതിയിട്ട് ക്ഷമിച്ചു. ഇതൊരു 3-4 ദിവസം തുറന്നാലോ? അല്ലെങ്കിൽ അതിനുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഒക്കെ നമ്മുടെ ഇവിടെ ഉണ്ടാകണം. പെട്ടെന്ന് അടിച്ചുവിട്ടങ്ങ് വരാൻ പറ്റുന്ന വാഹന സൗകര്യം മനോഹരമായി കൊണ്ടുപോകാൻ പറ്റുന്ന റോഡുകൾ, വിശാലതയൊക്കെ ഇവിടെ ഉണ്ടാകണം. ഇപ്പൊ എൻ്റെ വീട് ഇടച്ചിറയിലാണ്. ഈ പീക്ക് ടൈമിൽ കാക്കനാട് നിന്ന് ഇൻഫോ പാർക്കിലേക്ക് യാത്ര ചെയ്യണമെങ്കിൽ എത്ര സമയം വേണ്ടി വരും? നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ. ഇൻഫോ പാർക്കിൽ എല്ലാവരും വന്നിട്ടില്ലേ? ഈ പീക്ക് ടൈമിലുള്ള അവസ്ഥ എന്താണ്? കേരളത്തിലെ IT ഹബ്ബാണത്. എത്ര പേര് കൃത്യമായി ജോലി ചെയ്യണം, സമയം കൃത്യമായി അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, ആ സ്കെഡ്യൂൾ കറക്റ്റാകാൻ വേണ്ടിയിട്ട് തിരക്ക് പിടിച്ച് ഓടാണ്. പക്ഷെ ആ പീക്ക് ടൈമിൽ 2.5 മണിക്കൂർ വേണ്ടടുത്ത് 1 മണിക്കൂർ, 2.5 കിലോമീറ്റർ ഓടേണ്ട അടുത്ത് ഒരു മണിക്കൂർ ആവശ്യമായി വരികയാണ്. ഇതൊക്കെ ശരിയാക്കിയിട്ട് നമുക്ക് വേണമെങ്കിൽ സ്കൂൾ സമയം അധികരിപ്പിക്കാം. പക്ഷെ ഇതൊന്നും ഇല്ലാത്തടത്ത് ആ സമയം കൂടെ വൈകിച്ച് കുഞ്ഞുങ്ങളുടെ പ്ലേ ടൈം ഒന്ന് നശിപ്പിച്ച് ആ മക്കൾ വീട്ടിലേക്ക് വന്നു കയറുമ്പോൾ തന്നെ സന്ധ്യയായി, പിന്നെ എന്തെങ്കിലുമൊക്കെ ഒന്ന് കഴിച്ച് കിടന്ന് പിറ്റേന്ന് രാവിലെ സ്കൂളിൽ പോകുന്ന ഒരു മെഷീനായി കുഞ്ഞുങ്ങളെ മാറ്റാണോ വേണ്ടത്? അവർക്ക് കൊടുക്കേണ്ട, അവർക്ക് കിട്ടേണ്ട ചില ധാർമ്മികമായ സംഗതികൾ കൂടെ കുട്ടികൾക്ക് പഠിക്കാനുള്ള അവസരങ്ങൾ ഇപ്പൊ നിലനിന്ന് പോകുന്നുണ്ട്. അതിനെ കൂടെ തകർക്കുന്ന ഒരു കാര്യമായി പോയി എന്ന് പറയാതെ വയ്യ. പിന്നൊരു കാര്യം, ഇതിലൊക്കെ സൈക്കോളജിക്കലി ഇത് വളരെ റോങ് തന്നെയാണ്. കാരണം ഞാൻ കോളേജ് അധ്യാപനത്തിലേക്കൊക്കെ വരുന്നതിന് മുമ്പ് കോയമ്പത്തൂർ ഒരു മെട്രിക്കുലേഷൻ സ്കൂളിൽ അധ്യാപകനായിരുന്നു. ഒരു ഉച്ച കഴിയുമ്പോൾ തന്നെ ടീച്ചർമാര് സാറുമാരൊക്കെ പറയും, ഇനി ക്ലാസ് എടുക്കണോ അല്ലേ? ഇടങ്ങേറാണ്. ക്ലാസ് എടുക്കലൊരു ചടങ്ങാണ്, നിങ്ങൾ പറയണമല്ലോ എന്നല്ല. ഈ കുട്ടികളുടെ മുമ്പിൽ പോയി ഭയങ്കര ബഹളമായിരിക്കുമല്ലോ. സ്കൂളിലെ അവസ്ഥ എന്താണ്? ഈ മക്കളുടെ ഇടയിൽ പോയിട്ട് ഒച്ചയിട്ട് ഒരു 3-4 പീരീഡ് എടുത്ത് കഴിയുമ്പോൾ തന്നെ നമ്മൾ വീക്കാകും ആകെ. അപ്പൊ പിന്നെ കുഞ്ഞുങ്ങളുടെ അവസ്ഥ പറയാനുണ്ടോ? വൈകുന്നേരം ആകുമ്പോഴത്തേന് പിള്ളേര് ഇയാളാണോ വന്നത്, എടങ്ങേറാ വേണമെന്ന് പറയാ. പിന്നെ അതിൽ ഒരു പീരീഡ് കൂടെ എക്സ്ട്രാ വരുമ്പോൾ കുട്ടികളെ അത് വീക്കാക്കും, അവരുടെ മൈൻഡ് തകരും. യഥാർത്ഥത്തിൽ ഇവിടെ ചെയ്യേണ്ടത് ഈ സിസ്റ്റം ഒന്ന് അഴിച്ചു പണിയണം. നമ്മൾ ഈ എഡ്യൂക്കേഷൻ കൊടുക്കുന്ന സംഗതി അത് ഒരു സ്കൂൾ ടൈം കുറച്ചുകൊണ്ട് വരികയാണ് വേണ്ടത്. എൻ്റെ അഭിപ്രായം മാത്രമല്ല, ഒരുപാട് എഡ്യൂക്കേഷനിസ്റ്റുകൾ അതുപോലെ തന്നെ ബുദ്ധിജീവികളായ ആളുകളൊക്കെ പറഞ്ഞ കാര്യമാണ് സ്കൂൾ ടൈം കുറച്ചുകൊണ്ട് വരിക. അവർക്ക് പ്രാക്ടിക്കലായ സംഗതികൾ കൊടുക്കുക. പ്ലേ ടൈം, കുഞ്ഞുങ്ങൾ കളിച്ചു വളരേണ്ട സമയത്ത് കളിക്കാനുള്ള അവസരങ്ങൾ കൊടുക്കുക. കേവലം മെഷീനുകളായി തലക്കകത്തേക്ക് കുത്തി നിറച്ചിട്ട് ഉപകാരമില്ലാത്ത വേസ്റ്റേജുകളാക്കി കുഞ്ഞുങ്ങളുടെ തലച്ചോറിനെ മാറ്റാൻ പാടില്ല. അതുകൊണ്ടാണ് സ്വാമി വിവേകാനന്ദന്റെ ഒരു വാക്കുണ്ട്, എഡ്യൂക്കേഷൻ is not the amount of information that is put into your brain and remain there and digested all your life. അദ്ദേഹം പറയുന്നുണ്ട്, എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ ഈ തലച്ചോറിലേക്ക് കുറെ സാധനങ്ങൾ ഇങ്ങനെ കൊണ്ടുവന്ന് അവിടെ ഇങ്ങനെ സ്റ്റോർ ചെയ്യുക, അത് ദഹിക്കാതെ കാലാകാലം ഇങ്ങനെ കിടക്കുക, നിങ്ങൾക്ക് ഉപകാരമില്ലാതെ ഇങ്ങനെ കിടക്കുക. ഇതല്ല യഥാർത്ഥത്തിൽ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. ഇവിടെ ഒരു ധാർമ്മികമായ, വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞ ആ ഒരു സംഗതി ഞാൻ ഹൈലൈറ്റ് ചെയ്ത് തന്നെ പറയണം. അദ്ദേഹം പറഞ്ഞില്ലേ, പാഠപുസ്തകം ഒന്ന് പൂട്ടി വെക്കണം, എന്നിട്ട് മക്കള് ധാർമ്മികത പഠിക്കണം, വൈകാരിക ക്ഷമത പഠിക്കണം, സമൂഹത്തിലേക്ക് നോക്കണം എന്നൊക്കെ കുട്ടികൾ ഉപദേശിക്കുമ്പോഴും അതിനുള്ള അവസരങ്ങൾ എവിടെയാണ് റോൾ മോഡൽസ്? അവിടെ മാതാപിതാക്കൾ റോൾ മോഡൽസ് ആകണമെന്ന് പഠിപ്പിക്കുന്നുണ്ട് സയ്യിദുന വഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതാണ് സയ്യിദുന ലുഖ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ നാമധേയത്തിലുള്ള സൂറത്ത് കൊണ്ട് ഞാൻ തുടങ്ങി വെക്കാനുള്ള കാരണം അതാണ്. അദ്ദേഹം പറയണ, യാ ബുനയ്യ, എന്റെ പൊന്നുമോനെ. ആ വിളിക്കുന്നതിൽ തന്നെ നമ്മുടെ കുഞ്ഞുങ്ങളെ ചേർത്ത് പിടിച്ച് റോൾ മോഡൽസ് ആയ മാതാപിതാക്കള് ആ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്നതിൽ തന്നെ വളരെ ഒരു മനോഹരമായ സംഗതി ഒളിഞ്ഞു കിടപ്പുണ്ട്. യാ ബുനയ്യ, എന്റെ പൊന്നുമോനെ.
നീ നിന്റെ മാതാവിനെയും പിതാവിനെയും തിരിച്ചറിയണമെന്നാണ് ആദ്യം പഠിപ്പിച്ചു കൊടുക്കുന്നത്. ഇപ്പൊ പരിശുദ്ധ ഖുർആൻ ആദ്യം തന്നെ നമ്മളോട് വായിക്കാൻ പറഞ്ഞു അല്ലേ? ഇഖ്റാ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് ഖലഖൽ ഇൻസാന മിൻ അലഖ്. നിന്നെ പടച്ച നാഥന്റെ നാമത്തിൽ വായിക്കണം. എന്നിട്ടോ ഖലഖൽ ഇൻസാന മിൻ അലഖ്, ഉമ്മയുടെ ഗർഭപാത്രവും നീ സൂക്ഷിക്കണം എന്നാണ്. ആ ഗർഭപാത്രത്തെ തിരിച്ചറിയണം. ഇത് സയന്റിഫിക്കലായി മാത്രമല്ല, ഇപ്പോ സയന്റിഫിക്കലായി ചിന്തിച്ച ഒരുപാട് ആളുകളുണ്ട്. ഡോക്ടർ മോറിസ് ബുക്കായി ഒക്കെ പറയുന്നത് അന്ന് ഇങ്ങനെ ഒരു എംബ്രിയോളജി എന്ന് പറയുന്ന ഒരു സംഗതി തന്നെ ഇല്ല. അങ്ങനെ ഒരു കാലഘട്ടത്തിൽ എംബ്രിയോളജി സിസ്റ്റം തന്നെ മുഴുവനായിട്ട് ഖുർആൻ വിവരിച്ചു തരുന്നുണ്ടെങ്കിൽ ഇത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വന്തമായിട്ട് പറയുന്നതല്ല. അതുകൊണ്ട് ഞാൻ ഇസ്ലാമിലേക്ക് വരുന്നു എന്ന് പറഞ്ഞ് ഇസ്ലാം സ്വീകരിച്ച മഹാവ്യക്തിത്വമാണ് ഡോക്ടർ മോറിസ് ബുക്കായി എന്ന് പറയുന്നത്. അപ്പൊ അത് സയന്റിഫിക്കലായ ഒരു വശം. ഞാൻ പറയുന്നതല്ല, അള്ളാഹു പറയുന്നുണ്ട് ഇഖ്റാ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് ഖലഖൽ ഇൻസാന മിൻ അലഖ്. ആ രക്തക്കട്ടയിൽ നിന്ന്, മാംസപിണ്ഡത്തിൽ നിന്ന് നിന്നെ പടച്ചു എന്ന് പറയുമ്പോ അതുണ്ടായ സ്ഥലം ഉണ്ടല്ലോ, ആ ഉമ്മയെ തിരിച്ചറിയണമെന്ന ബോധമാണത്. സൂറത്തുൽ ലുഖ്മാനിൽ എന്നിട്ട് മഹാനവറുകൾ ഉപദേശിക്കുകയാണ്, വവസ്സൈനൽ ഇൻസാന ബിവാലിദൈ ഹമലത്ഹു ഉമ്മുഹു വഹ്നൻ അലാ വഹ്ൻ. മാതാപിതാക്കളുടെ വിഷയത്തിൽ മോനെ ഞാൻ നിന്നെ വസിയത്ത് ചെയ്യാണ്. അവരെ നന്നായി പരിഗണിക്കണം, അവരെ പരിഗണിക്കണം. പടച്ചോൻ എവിടെയെല്ലാം അവനെ വഴിപ്പെടാൻ പറഞ്ഞിട്ടുണ്ടോ അവിടെയെല്ലാം ബാപ്പാനെയും ഉമ്മാനെയും വഴിപ്പെടാൻ പറഞ്ഞിട്ടുണ്ട്. ആ മാതാപിതാക്കളെ വഴിപ്പെടാത്തിടത്തോളം നീ റബ്ബുൽ ആലമീനെ വഴിപ്പെട്ടാൽ അത് ശരിയാവില്ല, അത് നേർവഴിയല്ല എന്ന് പഠിപ്പിക്കുന്ന അള്ളാഹുവും അവന്റെ ഹബീബായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും പഠിപ്പിച്ചു തരികയാണ്. അപ്പോ നമ്മുടെ കുഞ്ഞ് മനസ്സിൽ തന്നെ നമ്മൾ ഇട്ടുകൊടുക്കേണ്ട ഒരു സംഗതിയുണ്ട്, മാതാപിതാക്കളെ തിരിച്ചറിയണം, ബാപ്പാനെയും ഉമ്മാനെയും പരിഗണിക്കണം. ഇത് കേവലം സ്കൂളിൽ നിന്ന് കിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞ വാക്കിനെ തന്നെ വീണ്ടും 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 കൊട്ട് ചെയ്ത് പറയണത്, നമ്മൾ സമൂഹത്തിലേക്ക് നോക്കണം, മാതാപിതാക്കളെ തിരിച്ചറിയണം. ഇല്ലെങ്കിൽ എന്ത് പറ്റും? അഫ്ഫാൻ എന്ന് പറയുന്ന തിരുവനന്തപുരത്തുകാരനായ ആ ചെറുപ്പക്കാരൻ കത്തിയെടുത്ത് അല്ലെങ്കിൽ ഉമ്മയുടെ കഴുത്തിലേക്ക് ചേർത്ത് പിടിച്ചിട്ട് ഉമ്മയെ ഞെരിച്ചു കൊല്ലാൻ നോക്കിയത് അവൻ ഉമ്മയെ തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് എത്തിയതുകൊണ്ടാണ്. ഉമ്മയെ അവന് മനസ്സിലായിട്ടില്ല, അവന്റെ കൽബിൽ ഉമ്മ ആരാണെന്ന് അറിയില്ല, ഉമ്മയെക്കുറിച്ചൊരു ബോധവും അവൻ ഇല്ലാതായി പോയി. നമ്മുടെ മക്കൾ അങ്ങനെ ചെയ്യില്ല എന്നാര് കണ്ടു? ഇന്നത്തെ കാലഘട്ടം അങ്ങനെയാണ്. നമ്മൾ എന്ത് പകർന്നു കൊടുത്തു നമ്മുടെ കുഞ്ഞുങ്ങൾക്ക്? എൻ്റെ കുട്ടി ഫുൾ A+ മേടിച്ചു, അല്ലെങ്കിൽ എൻ്റെ കുട്ടി മറ്റത് ചെയ്തു, എൻ്റെ കുട്ടി ഇന്നാലിന്ന സ്ഥലത്ത് ജോലി ചെയ്യുന്നു എന്ന് അവകാശപ്പെടാനല്ലാതെ എൻ്റെ കുട്ടിയുടെ ഹൃദയാന്തരങ്ങളിൽ റബ്ബിനെ കുറിച്ച്, ഉമ്മയെക്കുറിച്ച്, ബാപ്പയെക്കുറിച്ച് ഈ ഒരു ഇസ്ലാമികമായ തത്വസംഹിതകളെ എൻ്റെ കുഞ്ഞിന്റെ കൽബിലേക്ക് സന്നിവേശിപ്പിച്ചു എന്ന് അവകാശപ്പെടാൻ എത്ര മാതാപിതാക്കൾക്ക് പറ്റും? അവിടെ നമ്മൾ തോറ്റുപോയിട്ടില്ല. നമ്മൾ പല ആളുകളും ആ കുഞ്ഞ് ചിലപ്പോൾ ദേഷ്യം വരുമ്പോൾ നമ്മുടെ കഴുത്തിന് കയറിയങ്ങ് പിടിക്കും. അവിടെ അഫ്ഫാൻ ഒരു പ്രതീകമായി നമ്മുടെ മുമ്പിലുണ്ട്. അള്ളാഹു നമ്മുടെ പൊന്നുമക്കളെ സ്വാലിഹ്യങ്ങളിൽ പെടുത്തട്ടെ. ഹമലത്ഹു ഉമ്മുഹു വഹ്നൻ അലാ വഹ്ൻ. ആ ഉമ്മ നിന്നെ ഗർഭം ചുമന്നത് നിരന്തരം പ്രയാസങ്ങൾ സഹിച്ചുകൊണ്ടാണ്. കുഞ്ഞിലെ പറഞ്ഞു കൊടുക്കാണ് ലുക്മാൻ റളിയല്ലാഹു അൻഹു അല്ലേ? ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ തന്നെ സൂഫിയായ ലുക്മാനുൽ ഹക്കീം റളിയല്ലാഹു അൻഹു കുഞ്ഞിന് പകർന്നു കൊടുക്കുന്നതാണ് ഉമ്മയെക്കുറിച്ചുള്ള ബോധ്യമാണ്. ഖുർആൻ പറയാം, ആ ഉമ്മ നിന്നെ പ്രയാസങ്ങൾക്ക് മേൽ പ്രയാസത്തിൽ ഇങ്ങനെ ചുമന്നുകൊണ്ട് നടക്കായിരുന്നു. ആ പ്രയാസങ്ങളെല്ലാം സഹിച്ച്, ആ പ്രയാസങ്ങളെല്ലാം തീർന്നു പോകുന്നത് എപ്പോഴാ? നിന്റെ പുഞ്ചിരിക്കുന്ന അല്ലെങ്കിൽ നീ കരയുന്ന നിന്റെ മുഖമൊന്ന് കാണുമ്പോഴാണ്. എല്ലാ വേദനയും ആ നിമിഷം ആ ഉമ്മ അങ്ങ് മറക്കാണ്. വീണ്ടും കുറച്ച് നാൾ കഴിയുമ്പോൾ ഉമ്മ പറയും, നമുക്കൊരു കുഞ്ഞിനെ കൂടെ നോക്കിയാലോ? ഇത് അത്രയും വേദനയും ഛർദിയും എല്ലാം സഹിച്ച ഉമ്മ തന്നെ വീണ്ടും പറയുന്നു, നമുക്കൊരു കുഞ്ഞിനെ കൂടെ നോക്കിയാലോ? ആ മാതൃത്വം അത് നമ്മൾ എന്തെല്ലാം പകരം കൊടുത്താലും ആ ഒരൊറ്റ സംഗതിക്ക് പകരമാകില്ല എന്ന് പഠിപ്പിക്കുന്നുണ്ടല്ലോ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസുകളിലൂടെ. അതാണ് ഹമലത്തുഹു ഉമ്മുഹു വഹ്നൻ അലാ വഹ്ൻ. ഒരൊറ്റ വർച്ചാനം, റബ്ബുൽ ആലമീന്റെ മനോഹരമായ സംസാരം. പാതിരാത്രി സമയത്ത് നമ്മളിങ്ങനെ ജോലിയൊക്കെ കഴിഞ്ഞു വരുമ്പോൾ കുഞ്ഞുറങ്ങിയിട്ടുണ്ടെങ്കിൽ ആ കുഞ്ഞിന്റെ കാൽപാദം ഇങ്ങനെ ചുണ്ടിലേക്ക് ചേർത്ത് വെച്ചിട്ട് ചുംബനം കൊടുക്കുന്ന പിതാവിനെ കുട്ടികൾക്ക് തിരിച്ചറിയാതെ പോകരുത്. ചെറുപ്പത്തിലെ ബാപ്പയെക്കുറിച്ച്, ഉമ്മയെക്കുറിച്ചുള്ള ബോധ്യം കുഞ്ഞുമക്കളുടെ ഹൃദയങ്ങളിലേക്ക് സന്നിവേശിപ്പിക്കാൻ കഴിയണമെന്നാണ്. അത് ചെയ്തിട്ടുണ്ട് സയ്യിദുനാ ലുഖ്മാൻ റളിയല്ലാഹു അൻഹു. നീ എത്ര വലിയ ഔന്നിത്യത്തിലെത്തിയാലും, നീ എത്ര വലിയ സ്ഥാനങ്ങൾക്ക് മേലെത്തിയാലും, മാതാപിതാക്കളുടെ മുമ്പിൽ ചെല്ലുമ്പോ നീ വിനയാന്വിതനായി ഒരു കുഞ്ഞുകുട്ടിയെ നീ നിന്നു കൊടുക്കണം. നിന്റെ ചിറക് താഴ്ത്തണം എന്ന് പറഞ്ഞാല് നീ ആ പൊങ്ങി നിൽക്കണ സംഗതിയൊക്കെ ഉണ്ടല്ലോ, നിന്റെ ജോലിയും നിന്റെ ഗവൺമെന്റ് ഉദ്യോഗം ഒക്കെ മാറ്റി വെച്ചിട്ട് അപ്പാടെ ഉമ്മാടെ മുമ്പിൽ നീ ഒരു കുട്ടിയായി നിന്നു കൊടുക്കണം. ഈ ഒരു സംഗതിയുള്ള മോറൽ ബേസ്ഡുള്ള എഡ്യൂക്കേഷനെ നിങ്ങൾക്ക് ഉപകരിക്കൂ, അല്ലാത്തതൊക്കെ വേസ്റ്റ് ആണെന്നാണ്.
അവരുടെ മുമ്പിൽ കുട്ടിയായി നിന്നു കൊടുക്കണം. അങ്ങനെ മാതാപിതാക്കളെ ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു എഡ്യൂക്കേഷൻ, അതാണ് മോറൽ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. അതിന് പറ്റിയ റോൾ മോഡൽസായി മാതാപിതാക്കൾ മാറണം. ഇപ്പൊ നിങ്ങളുടെ വീട്ടില് നിങ്ങളുടെ ഉമ്മയും ബാപ്പയും ഉണ്ടെങ്കിൽ അവരോടുള്ള പരിചരണം, അവരുടെ മുമ്പിൽ നിങ്ങൾ എങ്ങനെ, അവരോടുള്ള ബിഹേവിയർ എങ്ങനെ, ഇതൊക്കെ കണ്ടുപഠിക്കുന്ന ഒരു പുതിയൊരു തലമുറ അവിടെ വളർന്നു വരുന്നുണ്ട്. നിങ്ങൾ അവരെ പുറങ്കാലുകൊണ്ട് തട്ടുകയാണെങ്കിൽ ഉറപ്പിച്ചോ, ഇപ്പൊ തന്നെ ഡയറിയിൽ എഴുതി വെച്ചോ, നിങ്ങളെയും അവർ പുറങ്കാലുകൊണ്ട് തട്ടും. കമാ തദീനു തുദാൻ, നിങ്ങൾ ചെയ്യുന്നത് അപ്പാടെ തിരിച്ചു കിട്ടുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് ലുഖ്മാനുൽ ഹക്കീം റളിയല്ലാഹു അൻഹു ഇങ്ങനെ പറഞ്ഞു കൊടുക്കാൻ, വത്തബിഅ സബീല മൻ അനാബ ഇലൈ. മോനെ, നീ കുറെ കാര്യങ്ങൾ ഇങ്ങനെ ഉള്ളിലേക്ക് സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് കാര്യമില്ല. നല്ല മനുഷ്യരുടെ പിന്നാലെ നടക്കണം. കൽബിൽ പടച്ചോനെ കിട്ടിയ, അള്ളാനെ തിരിച്ചറിഞ്ഞ സ്വാലിഹീങ്ങളായ ആ മഹാന്മാരുടെ പിന്നാലെ നടക്കാൻ നിനക്ക് കഴിയണം. അവരോടൊപ്പം നടക്കണം. നീ ഇങ്ങനെ കൽബിൽ സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് കാര്യമില്ല. ഇത് പ്രാക്ടിക്കലൈസ് ചെയ്ത മഹാന്മാരുണ്ടാവും. അവരുടെ ഒപ്പം നടന്നാലേ നിനക്ക് അള്ളാനെ കിട്ടുള്ളൂ, അള്ളാനെ തിരിച്ചറിയാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം, നിന്റെ കയ്യിലുള്ള ഏതെങ്കിലും ഒക്കെ ഒരു സംഗതിയിലേക്ക് വേഗം നോക്കിയിട്ട് ഇസ്ലാം പഠിക്കാനൊന്നുമല്ല അള്ളാഹ് പറയുന്നത്. സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം, അള്ളാഹ് അനുഗ്രഹിച്ചവരുടെ പാത. ആ അനുഗ്രഹിക്കപ്പെട്ടവരുടെ പിന്നാലെ നടക്കാൻ നിനക്ക് പറ്റിയാൽ മോനെ നീ വിജയിക്കുമെന്ന് സയ്യിദുനാ ലുഖ്മാൻ റളിയല്ലാഹു അൻഹു. ഇതൊക്കെ പറഞ്ഞുകൊണ്ട് സയ്യിദുനാ ലുഖ്മാൻ റളിയല്ലാഹു അൻഹു വീണ്ടും പറയുന്നുണ്ട്, യാ ബുനയ്യ, എന്റെ പൊന്നുമോനെ. ആ വിളിക്ക് പോലും ഒരു പ്രത്യേകതയുണ്ട്. കുഞ്ഞിനെ ഉപദേശിക്കുമ്പോൾ ഇവിടെ വാടാ ഒന്നുമല്ല, ഒരു സ്നേഹത്തിന്റെ വിളി, ആ ചേർത്ത് പിടിക്കൽ. അത്രയും ദേഷ്യപ്പെട്ടെന്ന് പെട്ടെന്ന് പൊന്നുമോനെ എന്ന് വിളിച്ചിട്ട് കാര്യമില്ല. നമ്മുടെ സ്വഭാവം അങ്ങനെയായി മാറണം. നമ്മുടെ കുഞ്ഞ് നമ്മളെ തിരിച്ചടിക്കില്ല എന്നുള്ളത് കൊണ്ടാണ് നിരന്തരം ഇങ്ങനെ ചൂടായിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ചില കുട്ടികളും ചില ബാപ്പമാർ എന്നോട് സങ്കടം പറഞ്ഞിട്ടുണ്ട്, കുട്ടികൾക്ക് തീരെ അനുസരണയില്ല, ബാപ്പ എന്ന് നോക്കാതെ കയർക്കുന്നു എന്നാണ്. ഒരിക്കലും അങ്ങനെ പറയാൻ പാടില്ല കേട്ടോ. നമ്മൾ എന്ത് അള്ളാഹുവിന്റെ പാതയിൽ വന്നാലും, നമ്മൾ എന്ത് നിസ്കരിച്ചാലും, നമ്മൾ എന്ത് നോമ്പ് പിടിച്ചാലും, ഈ സംഗതികളൊക്കെ പടച്ചോന് അള്ളാഹ്ക്കത് ഇഷ്ടമുള്ളതാകണമെങ്കിൽ മാതാപിതാക്കളെ അനുസരിക്കുന്ന, അവരോട് അച്ചടക്കത്തോടെ അതപോടെ പെരുമാറുന്ന മക്കളായെങ്കിൽ അതൊക്കെ ഉപകരിക്കുന്നാണ്. ഇതൊക്കെ പഠിപ്പിച്ചു തന്നിട്ടുണ്ടല്ലോ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ മഹാനായ സയ്യിദുനാ ലുഖ്മാനുൽ ഹക്കീം റളിയല്ലാഹു അൻഹു ഇതൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, ഇന്നല്ലാഹ ലത്തീഫുൻ ഖബീർ. പൊന്നുമോനെ, നിന്റെ രഹസ്യങ്ങൾ നീ എന്തെല്ലാം ചെയ്യുന്നുണ്ടോ, നീ എന്തെല്ലാം ഒളിപ്പിച്ചു വെക്കുന്നുണ്ടോ, ആകാശങ്ങളിലോ ഭൂമികളിലോ നിന്റെ ഹൃദയാന്തരങ്ങളിലും നീ ഒളിപ്പിച്ചു വെച്ച സംഗതിയും പടച്ചോനറിയും. അങ്ങനെയുള്ള റബ്ബ് എൻ്റെ മോന്റെ കൂട്ടിനുണ്ട് കേട്ടോ. അങ്ങനെയുള്ള റബ്ബ് എൻ്റെ മോന്റെ കൂട്ടിനുണ്ട്. ഇന്നല്ലാഹ ലത്തീഫുൻ ഖബീർ. അവൻ ദയാലുവാണ് കേട്ടോ, അവൻ ദയാലുവാൻ. എൻ്റെ മോൻ ഇടങ്ങേറാക്കൊന്നുമില്ല. ഈ കുഞ്ഞുങ്ങളുടെ കൽബിൽ പടച്ചോനെ കുറിച്ചുള്ള ഇത്തരം നല്ല ചിന്തകൾ ചെറുപ്പത്തിലേ കൊടുക്കണം. ഇത് പഠിപ്പിച്ചു തരുന്ന സയ്യിദുനാ ലുഖ്മാൻ റളിയല്ലാഹു അൻഹു. എന്നിട്ട് പറയുന്നുണ്ട്, യാ ബുനയ്യ അഖിമിസ് സ്വലാ വഅ്മുർ ബിൽ മഅറൂഫി വൻഹാ അനിൽ മുൻകർ വസ്ബിർ അലാ മാ അസാബക ഇന്ന ദാലിക മിൻ അസ്മിൽ ഉമൂർ. കുഞ്ഞിനൊന്ന് ചേർത്ത് പിടിച്ചിട്ട്, മോനെ നിസ്കരിക്കണം കേട്ടോ, കൃത്യമായിട്ട് നിസ്കരിക്കണം. ശരിക്കും ഇത് പറയാനുള്ളൊരു ക്വാളിറ്റി നമുക്കുണ്ടോ അല്ലേ? ഉസ്താദെ, 22 വയസ്സായ എൻ്റെ മോൻ എന്നെ അനുസരിക്കണില്ല. ഈ 22 വയസ്സ് വരെ നിങ്ങൾ എവിടെയായിരുന്നു? 22 വയസ്സ് വരെ കുഞ്ഞിനെ വഴി നടത്തുന്നതിൽ നിങ്ങൾ എവിടെയായിരുന്നു? നിങ്ങൾക്ക് പിഴവ് സംഭവിച്ചിട്ടുണ്ട്. നിങ്ങളൊരു റോൾ മോഡൽ ആയില്ല. ആ റോൾ മോഡലായി നിലനിൽക്കാൻ നിങ്ങൾക്ക് കഴിയണം. വസ്ബിർ അലാ മാ അസാബക. ക്ഷമിക്കാൻ പഠിപ്പിച്ചു കൊടുക്കണം കുട്ടികൾക്ക്. നമ്മുടെ കേരളത്തിൽ കുറച്ച് മാസങ്ങൾക്ക് മുമ്പല്ലേ TV ഓഫ് ചെയ്യാൻ പറഞ്ഞതിന്റെ പേരിൽ ദേഷ്യപ്പെട്ട് റൂമൊക്കെ അടച്ചിട്ട് ആത്മഹത്യ ചെയ്ത കുഞ്ഞിനെ നമ്മൾ കണ്ടത് അല്ലേ? കുട്ടികളെല്ലാം വൈകാരികമായി എടുക്കുന്ന കാലഘട്ടമാണ്. അപ്പൊ കുഞ്ഞുങ്ങൾക്ക് ക്ഷമ എന്താണെന്ന് പഠിപ്പിച്ചു കൊടുക്കണം. വൈകാരിക ക്ഷമത എന്ന് പറയുന്നതാണ്. പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന വാപ്പായും ഉമ്മായും ആയിട്ട് നമ്മൾ മാറാൻ പാടില്ല. കുഞ്ഞു മക്കളുടെ മുമ്പിൽ നമ്മുടെ പ്രശ്നങ്ങൾ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. കുട്ടികൾ നോക്കി നിൽക്കി നിങ്ങൾ വഴക്കിടരുത്. നിങ്ങളുടെ വഴക്ക് മാത്രമേ കുഞ്ഞു കാണുന്നുള്ളൂ. ചിലപ്പോൾ നിങ്ങൾ ബെഡ്റൂമിലേക്ക് പോയിട്ട് ഇണങ്ങിയിട്ടുണ്ടാവും, നിങ്ങൾ പുന്നാര വർത്താനങ്ങളൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ ക്ലോസ് ആയിട്ടുണ്ടാവും, പക്ഷെ കുഞ്ഞു കാണുന്നില്ല. കുട്ടികളുടെ മുമ്പിൽ വെച്ച് നിങ്ങൾ പിണങ്ങരുത്, ശണ്ട കൂടരുത്. ഇത് കുട്ടികളുടെ വൈകാരികമായ ക്ഷമതയെ ബാധിക്കും. അവർ ഭയങ്കര ചൂടന്മാരായി മാറും. വലിയ പ്രശ്നമാണ് ഇതൊക്കെ. നമ്മുടെ ജീവിതത്തെ അത് ബാധിക്കും. നിരന്തരം വാപ്പായുമായും പ്രശ്നമാണെങ്കിൽ ആ മക്കൾ വാപ്പാനോടും ഉമ്മാനോടും മാന്യമായിട്ട് സംസാരിക്കൂല. ഉറപ്പാണ്, എഴുതി വെച്ചോ. അങ്ങനെ തന്നെയാണ്. നമ്മൾ ചെയ്യുന്നതേ നമുക്ക് കിട്ടൂന്ന് പഠിപ്പിച്ചില്ലേ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു. പിന്നെ ജീവിതം ഒരു കളി മാത്രമായിട്ട് മാറിയിട്ടുണ്ട്. പലപ്പോഴും ചില കുട്ടികളൊക്കെ നമ്മൾ കൗൺസിലിങ്ങിന് വിധേയമാക്കുമ്പോൾ ചോര കണ്ട് അറപ്പ് മാറി എന്നൊക്കെ ഗുണ്ടകളെ കുറിച്ച് പറയുന്നത് പോലെയാണ് ചില കുട്ടികൾ. കാരണം അവർ ചെറുപ്പം മുതൽ ഗെയിമിന് അഡിക്റ്റഡ് ആയി ഗെയിം കളിച്ച് ഒരു മനുഷ്യരെ കൊല്ലുന്നത്, അങ്ങനെ കൊന്നു രക്തം കണ്ടില്ലെങ്കിൽ ഒരു രസമില്ലാത്ത രീതിയിലേക്ക് കുഞ്ഞുങ്ങൾ, അവരുടെ മൈൻഡ് ഇതിന് പാകമായി.
ഒരു മരണവാർത്ത കണ്ടാൽ, ഒരു അപകടം കണ്ടാൽ, ഇതിങ്ങനെ ഒരു മരണവാർത്ത, 10 പേര് മരിച്ചുള്ളൂ അല്ലേ എന്ന് പറയുന്ന സംഗതിയിലേക്ക് നമ്മുടെ കുട്ടികൾ ബ്രെയിൻ വാഷ് ചെയ്യപ്പെട്ടു പോയിട്ടുണ്ട്. അപ്പൊ കുഞ്ഞുങ്ങളിൽ കൊടുക്കേണ്ട വിദ്യാഭ്യാസം ധാർമ്മിക മൂല്യമുള്ളതാകണം. അതിന് റോൾ മോഡലായി ആദ്യം മാറേണ്ടത് മാതാപിതാക്കളാണ്. കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്ര, എല്ലാ കുട്ടികളും ജനിക്കുന്നത് ശുദ്ധ പ്രകൃതിയിലാണെന്ന് സയ്യിദുനാ റസൂലുള്ളാഹ്. അവരെ മോശാക്കുന്നത് മാതാപിതാക്കളാണ്. എന്നിട്ട് പറയുന്നുണ്ട്, ലാ തംശി ഫിൽ അർദി മറഹ, പൊന്നുമോനെ ഈ ഭൂമിയിലൂടെ നീ നടക്കുമ്പോ അഹങ്കരിച്ച് നടക്കല്ലേ കേട്ടോ. അഹങ്കാരം നിന്റെ കൽബിൽ വേണ്ട. നീ ഏതൊക്കെ സ്ഥാനത്തേക്ക് എത്തിയാലും വലിയവനാണെന്നുള്ള തോന്നലൊന്നും നിനക്ക് വേണ്ട. അവനെ വിനയാന്യതനായി നടക്കാൻ പഠിപ്പിച്ചു കൊടുക്കണം. അതുപോലെ ശബ്ദത്തിൽ മിതത്വം പാലിക്കണം എന്ന് പഠിപ്പിച്ചു കൊടുക്കണം. കുഞ്ഞുങ്ങൾക്ക് ഒച്ചയിട്ട് സംസാരിക്കുന്ന കുട്ടികൾ ഒരുപാടില്ലേ നമുക്കില്ലേ? ബാബുജി ഉമ്മച്ചി ബഹളം ഉണ്ടാക്കാണ് അങ്ങോട്ട്. നമ്മൾ അങ്ങനെ ആയതുകൊണ്ടാ കുഞ്ഞങ്ങനെ ആയത്. നമ്മളിൽ നിന്നല്ലാതെ കുട്ടി എവിടെ നിന്ന് പഠിക്കാനാ? മിതത്വം, ശബ്ദത്തിൽ മിതത്വം പാലിക്കാൻ കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കണം. ചില വാപ്പമാരുണ്ട്, എന്നോട് ചിലർ പറയുന്നുണ്ട്, ഉസ്താദ് ഞാനുണ്ടല്ലോ, ഞാനെല്ലാം മുഖത്ത് നോക്കി ഒരു സാധനം കണ്ട മുഖത്തോട്ട് നോക്കി അങ്ങ് പറയും. ഇങ്ങനെ പറയുന്നവരെക്കാളും വലിയ കള്ളന്മാരും അറിയില്ല, എഴുതി വെച്ചു അല്ലേ. ഞാൻ അപ്പോൾ ഒരാൾ ഒരു സാധനം ചെയ്യാനുണ്ട്, ഞാൻ മുഖത്തോട്ട് നോക്കി അങ്ങ് പറയും. ഇവൻ ശരിക്കും ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ വീട്ടിൽ ചെന്നിട്ട് കണ്ണാടിയുടെ മുമ്പിൽ നിന്നിട്ട് ഇവൻ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് മുഖത്തോട്ട് നോക്കി പറഞ്ഞു നോക്കട്ടെ അല്ലേ. ഇങ്ങനെ മറ്റൊരാളുടെ ന്യൂനത മുഖത്തോട്ട് നോക്കി പറയാന്ന് പറയുന്നത് വലിയൊരു അംഗീകാരമായി കൊണ്ടു നടക്കുന്ന കുറെ ആൾക്കാരൊക്കെ ഉണ്ട്. അത് പച്ച നിഫാഖാണെന്ന് ഹദീസുകളിൽ നിന്ന് വെച്ചാണ്. പച്ച നിഫാഖാണ്. ഇപ്പൊ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നേരിട്ട് കാണുന്നത് മാത്രമല്ല, കൽബിലുള്ളതുപോലെ അറിയാനുള്ള കഴിവ് അല്ലാഹു കൊടുത്തിട്ടുണ്ട്. സ്വഹീഹുൽ ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസില്ലേ, സഫ് കെട്ടി സ്വഹാബത്ത് ഇങ്ങനെ നിൽക്കുമ്പോ തിരിഞ്ഞു നിൽക്കാണ് മുത്തനബി തങ്ങൾ. അപ്പൊ സ്വഹാബത്തിന്റെ സഫ് തെറ്റിയപ്പോ റസൂലുള്ളാഹി പറയുന്നുണ്ട്, ഇന്നി അറാകും മിൻ വറാഇ ലഹരി, എന്റെ മുതുകത്തൂടെ ഞാൻ നിങ്ങളെ കാണുന്നുണ്ട്. അങ്ങനെ നേരെ ഞാൻ ഇങ്ങനെ നിൽക്കുമ്പോൾ എൻ്റെ പിന്നിലൂടെ എനിക്ക് കാണാൻ പറ്റുന്നുണ്ട് നിങ്ങളെ. മാത്രല്ല നിങ്ങളുടെ ഹൃദയാന്തരങ്ങളിലുള്ള ഭയഭക്തിയുടെ തോതറിയാൻ എനിക്ക് പറ്റുന്നുണ്ട്. സയ്യിദുനാ റസൂലുള്ളാഹ്. ഈ ഹദീസ് ഇമാം ബുഖാരി ഉദ്ധരിക്കുന്നുണ്ട് സ്വഹീഹുൽ ബുഖാരിയിൽ. ആ മുത്തുനബിക്ക് ഒരു മനുഷ്യൻ ഉള്ളിലേക്ക് മുത്തുനബിയുടെ മുമ്പിൽ വരുമ്പോൾ ഇവൻ മുനാഫിക്കാണോ അല്ലെങ്കിൽ ഇവൻ മുഅ്മിനാണോ എന്ന് അറിയാൻ പറ്റൂലേ? മുനാഫിക്കുകൾ വന്ന് ബയ്യത്ത് ചെയ്യാൻ നിൽക്കുമ്പോഴും റസൂലുള്ളാഹ് അവനെ പരിഹസിച്ചിട്ടില്ല. ഞാൻ മുഖത്തോട്ട് നോക്കി എന്ന് പറയും എന്നുള്ളൊരു സംഗതി റസൂലുള്ളാഹിക്ക് ഉണ്ടായിരുന്നില്ല. ഈ മുഖത്തോട്ട് നോക്കി പറയൂ എന്ന് പറയുന്ന ഈ ഡയലോഗ് അടിച്ച് മറ്റുള്ളവരുടെ കുറ്റവും കുറവും നോക്കി അടക്കണ കുറെ മനുഷ്യന്മാരുണ്ട്. ഇവരുടെ മക്കൾ ഇതുപോലെ നമ്മുടെ മുഖത്ത് നോക്കി പറയുന്ന സംഗതികൾ ഉണ്ടാവുന്നതാണ്. അപ്പൊ നമ്മൾ റോൾ മോഡൽസ് ആയി കാണിച്ചു കൊടുക്കണം എന്ന് പഠിപ്പിക്കുന്ന സയ്യിദുനാ വ ഹബീബുനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മാന്യമായ പെരുമാറ്റം, ഇതൊക്കെ കുടുംബത്തിൽ നിന്ന് കിട്ടേണ്ടതാണ് അല്ലേ. വിദ്യാഭ്യാസത്തിന്റെ മോറൽ ബേസിക് എന്ന് പറയുന്നത് ഈ സംഗതിയൊക്കെയാണ്. അപ്പോ വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞതുപോലെ കേവലം പുസ്തകങ്ങളിൽ ഒതുങ്ങി നിൽക്കാതെ നമ്മുടെ മക്കള് എന്ത് ചെയ്യണം? സമൂഹത്തിലേക്ക് നോക്കണം. അവർ മാതാപിതാക്കളെ കാണണം. മാതാപിതാക്കളിലൂടെ റോൾ മോഡൽസിലൂടെ വൈകാരിക ക്ഷമതയുള്ള കുട്ടികളായി മാറണം. അങ്ങനെ മാറിയില്ല എങ്കിൽ ഭാവിയിൽ അഫ്ഫാനെ പോലെ അല്ലെങ്കിൽ മറ്റു പല കുട്ടികളെ പോലെ അല്ലെങ്കിൽ ഫാദലസ് അമേരിക്കയിൽ പറഞ്ഞതുപോലെ ഏറ്റവും വൈകാരികമായി മോശം അവസ്ഥയിൽ എത്തപ്പെട്ട കുട്ടികളെ പോലെയൊക്കെ ആയി മാറുന്നൊരവസ്ഥയിലായി പോവും. അള്ളാഹു നമ്മുടെ പൊന്നുമക്കളെ കാത്തുരക്ഷിക്കട്ടെ. ഈ കേവലം വിദ്യ നേടി എന്നതുകൊണ്ട് മാത്രം കാര്യമില്ല എന്നതിൻ്റെ ഒരു ഉദാഹരണമാണ് ഇന്നത്തെ ദിവസം അറസ്റ്റ് ചെയ്യപ്പെട്ട അല്ലെങ്കിൽ കേസെടുക്കപ്പെട്ട ഒരു തഹസിൽദാർ, പവിത്രൻ എന്ന് പറയുന്ന ഒരു തഹസിൽദാർ നിങ്ങൾ കണ്ടില്ലേ അല്ലേ? ഇന്നലെ ലോകത്തെ മൊത്തം നടുക്കിയ, ഇന്ത്യയിലെ ഓരോ മനുഷ്യന്റെയും ഹൃദയത്തിൽ നോവായി മാറിയ ഫ്ലൈറ്റ് അപകടം, ആകാശ ദുരന്തം, അത്രമേൽ വലിയൊരു ആകാശ ദുരന്തം ഇന്ത്യയിൽ സംഭവിച്ചിട്ടുണ്ടോ എന്നറിയില്ല. അതിൽ കൊല ചെയ്യപ്പെട്ട അല്ലെങ്കിൽ മരണപ്പെട്ടു പോയ നഴ്സായി കേരളത്തിൽ നിന്ന് ലണ്ടനിലേക്ക് പോയി ജോലി ചെയ്യാൻ കൊതിച്ചൊരു പെൺകുട്ടി ആ കൂട്ടത്തിലുണ്ടായിരുന്നു. ആ സഹോദരിയും മരണപ്പെട്ടു. ആ പെൺകുട്ടിയെ ജാതീയമായി വംശീയമായൊക്കെ അധിക്ഷേപിക്കുന്ന ഒരു തഹസിൽദാരെ നമ്മൾ കാണുകയാണ് അല്ലേ. എഡ്യൂക്കേഷന്റെ കുറവാണ്, ലാക്ക് ഓഫ് എഡ്യൂക്കേഷൻ ആണോ? അല്ല, വിദ്യാഭ്യാസം ഉണ്ട്. ലാക്ക് ഓഫ് ധാർമ്മികതയാണ്. ധാർമ്മികത ഇല്ലാതായിപ്പോയി, ധാർമ്മിക മൂല്യമില്ലാതായിപ്പോയി. എത്രമേൽ വേദനാജനകമായ സംഭവമായിരുന്നു അത്. അക്കൂട്ടത്തിലേറെ മനസ്സിനെ വല്ലാതെ ഒരു വേള ചിന്തിപ്പിച്ച ഒരു ലണ്ടനില് 6 വർഷത്തോളമായി ഡോക്ടറായി ജോലി ചെയ്യാൻ. അപ്പൊ സ്വന്തം കുടുംബത്തെ, ഭാര്യയും മക്കളെയൊക്കെ ഒന്ന് ലണ്ടനിലേക്ക് കൊണ്ടുപോകാൻ ഒരുപാട് കൊതിച്ച് അങ്ങനെ ഒരു അവസരം ഉണ്ടായി. ആ അവസരത്തിൽ ഒരു സെൽഫിയൊക്കെ എടുത്ത് പോസ്റ്റ് ചെയ്ത് ആ മനുഷ്യനിങ്ങനെ യാത്രയായി. പക്ഷേ ലക്ഷ്യത്തിലേക്ക് എത്തിയില്ല. നമ്മൾ ഇതുപോലെയല്ലേ? നമ്മൾ ഒരു വേള ചിന്തിക്കണ്ടേ? അള്ളാഹു അവരുടെ കുടുംബാദികൾക്കെല്ലാം ക്ഷമ കൊടുക്കുമാറാകട്ടെ. പ്രാർത്ഥന കൊണ്ട് ചേർന്ന് നിൽക്കാനല്ലാതെ എന്താ പറ്റുക നമുക്ക്? നമ്മളും ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ ലോകത്ത് വളരെ കുറച്ചു കാലം നമ്മളും ജീവിക്കാൻ ഇങ്ങോട്ട് വന്നിട്ടുള്ളൂ.
പക്ഷെ നമ്മുടെ മനസ്സിൽ നമ്മൾ കാലാകാലം ഇവിടെ നിൽക്കുമോ എന്നുള്ള ചിന്തയാണ് അല്ലേ? കാലാകാലം നമ്മൾ ഇവിടെ നിലനിൽക്കുമെന്ന ചിന്ത നമ്മുടെ അടിമനസ്സിൽ ഇങ്ങനെ ആഴ്ന്നു കിടപ്പുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ തെമ്മാടികളായി പോണത്. ഏത് നിമിഷം വേണമെങ്കിലും കുഞ്ഞു മക്കൾ ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഫോട്ടോയൊക്കെ നിങ്ങൾ കണ്ടില്ലേ? പക്ഷേ സമയമെത്താത്തൊരു മനുഷ്യൻ അക്കൂട്ടത്തിലുണ്ടായിരുന്നു, അയാൾ രക്ഷപ്പെട്ടു. അള്ളാഹുവിൻ്റെ സമയം എത്തിയാൽ അത് ഏതവസ്ഥയിലാണെങ്കിലും നമ്മൾ മരിക്കും, എവിടെയാണെങ്കിലും നമ്മൾ മരിക്കും. അപ്പൊ നമ്മുടെ പിന്നാലെയും മരണമുണ്ട്. ഏത് നിമിഷവും സക്കറാത്തിന്റെ ഹാൽ എന്നിലേക്ക് വരാം എന്നുള്ള ബോധ്യത്തിൽ ജീവിക്കാൻ നമുക്ക് കഴിയണം. ഇതൊക്കെ നമുക്കൊരു പാഠമാണ്. വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ പാഠമാണ്. അവനിത് പാഠമായി ഉൾക്കൊള്ളുമ്പോഴാണ് യഥാർത്ഥ വിശ്വാസിയെ മാറുക എന്നുള്ളതാണ്. അള്ളാഹു റബ്ബുൽ ആലമീൻ നല്ല മരണം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവിടെ ആ അപകടത്തിൽ മരണപ്പെട്ടു പോയവരുടെ കുടുംബത്തിനെല്ലാം അള്ളാഹു സമാധാനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പിന്നെ വിദ്വേഷം വമിപ്പിച്ച പലരുണ്ടാകാം അല്ലേ? നമ്മളെ പലപ്പോഴും പാകിസ്ഥാനിലേക്ക് പോകാൻ പറഞ്ഞ ആളുകളൊക്കെ ഉണ്ട്. അവരൊക്കെ ഇപ്പൊ എവിടെയാണ് അല്ലേ? ഒരു നിമിഷം വേണോ റബ്ബിന് ഇതൊക്കെ തകിടം മറിക്കാൻ? അള്ളാഹു എല്ലാവർക്കും ബോധം നൽകുമാറാകട്ടെ. കൂടുതൽ ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. ഏതായാലും അള്ളാഹു റബ്ബുൽ ആലമീൻ നമ്മുടെ മക്കളെ സ്വാലിഹ്യങ്ങളിൽ പെടുത്തട്ടെ. അപ്പൊ കുട്ടികളൊക്കെ നന്നായി പഠിക്കുന്നുണ്ട്, അവരിപ്പോൾ സ്കൂളുകളിൽ പോകുന്നുണ്ട്, മദ്രസയിൽ വരുന്നുണ്ട്. അപ്പോൾ ഈ ധാർമ്മികമായ വിദ്യാഭ്യാസത്തിന്, പ്രത്യേകിച്ച് മദ്രസയിൽ നിന്ന് കിട്ടുന്ന ആ ഇൽമിന് നമ്മൾ വാല്യൂ കൊടുക്കണം. അത് കേവലം ആ ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു മണിക്കൂർ പോയി പഠിക്കുന്ന സംഗതി അത് അവരവിടെ പഠിച്ചോളും, അല്ലെങ്കിൽ ഉസ്താദുമാർ നോക്കിക്കോളൂ എന്നതിലപ്പുറം ഈ സംഗതി നമ്മുടെയൊക്കെ ലൈഫിലുണ്ടോ? ഈ സംഗതി നമ്മുടെ ലൈഫിലുണ്ടോ? അല്ലെങ്കിൽ വളരെ സൂക്ഷിക്കണം. ഞാൻ നിങ്ങളോട് പലപ്പോഴും പറയാറുണ്ട്, ഒരു കോളേജ് അധ്യാപകൻ എന്ന നിലക്ക് നമ്മൾ കാണുന്ന കാഴ്ചകൾ പലതും ഹൃദയഭേദകമാണ്. ചങ്ക് പൊട്ടിപ്പോവും. മുസ്ലിം തലയിൽ തട്ടം അല്ലെങ്കിൽ മഫ്ത ധരിച്ചു വരുന്ന കുട്ടികൾ കാണിച്ചു കൂട്ടുന്ന പേക്കൂത്തുകൾ അവരുടെ വീട്ടുകാർ വിശ്വസിച്ചിരിക്കുകയാണ് പലപ്പോഴും. ഒരു മറ്റിതര മതസ്ഥരുടെ കോളേജ് ആയതുകൊണ്ട് തന്നെ എനിക്ക് പലതിനും ഒരു തടസ്സമുണ്ട്, അല്ലെങ്കിൽ പലപ്പോഴും ഉപദേശിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയുണ്ട്. അപ്പൊ നമ്മൾ പേടിക്കണം. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ധാർമ്മികമായ അവബോധം കൊടുക്കണം. അല്ലെങ്കിൽ എൻ്റെ ഉള്ള 10ാം ക്ലാസ് വരെ മദ്രസയിൽ പോയി എന്ന് പറഞ്ഞതുകൊണ്ടായില്ല. ആ 10 വരെ കുട്ടി മദ്രസയിൽ പോയിട്ട് ആ കുഞ്ഞിന്റെ ലൈഫിൽ എന്ത് മാറ്റമുണ്ടായി? ആ കുട്ടി ഡെയിലി വീട്ടിലേക്ക് വരുമ്പോൾ മദ്രസയിൽ നിന്ന് അവൻ പഠിച്ചത് എന്താണ്? അത് ആദ്യം തന്നെ രക്ഷിതാക്കൾ ചിന്തിക്കണം. ഈ പഠിച്ചതൊക്കെ എൻ്റെ ജീവിതത്തിലുണ്ടോ? ഈ സംഗതി നമ്മുടെ ലൈഫിൽ കൊണ്ടുവന്നിട്ട് നമ്മൾ റോൾ മോഡലായി മക്കൾക്ക് മാറി കാണിച്ചു കൊടുക്കണം. അപ്പൊ ഡെയിലി സ്കൂളിലേക്ക് പോകുന്നതിൽ മാത്രം അഭിമാനം പറയാതെ, അതിൽ അഭിമാനമൊക്കെ വേണം, വേണ്ടെന്നല്ല, പക്ഷെ ആത്യന്തികമായി നമുക്ക് കിട്ടേണ്ട ധാർമ്മികമായൊരു ബോധം ഉണ്ടല്ലോ, ആ ധാർമ്മികമായ എഡ്യൂക്കേഷൻ ഇവിടെ നിന്ന് കിട്ടുമ്പോൾ അതിങ്ങനെ ചെറിയ പൈസക്ക് കിട്ടുമ്പോൾ വിലയില്ലാതാകരുത്, അതിനെ വിലയുണ്ടാകൂ. ഭൗതികമായ വിദ്യാഭ്യാസത്തിന് മൂല്യമേറണമെങ്കിൽ ഈ പറയുന്ന ക്വാളിറ്റിയുള്ള എഡ്യൂക്കേഷൻ അതിനോടൊപ്പം വേണം, അല്ലെങ്കിൽ അടിത്തറയായി തറ സ്ട്രോങ് ആയി നിൽക്കണം. അപ്പം അതിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തണം. 5ാം ക്ലാസ് കഴിയുമ്പോൾ, അല്ലെങ്കിൽ 6ാം ക്ലാസ് കഴിയുമ്പോൾ, അല്ലെങ്കിൽ 7 കഴിയുമ്പോൾ മദ്രസ നിർത്താൻ നിൽക്കുന്നവർ അല്ലെങ്കിൽ നിർത്തിപ്പോയവർ മദ്രസയിലേക്ക് തിരിച്ചു വരണം. കുഞ്ഞുമക്കൾക്ക് ദീനി വിദ്യാഭ്യാസം കൊടുക്കണം. ഉസ്താദുമാർ മാത്രം പരിശ്രമിച്ചതുകൊണ്ടായില്ല, എല്ലാവരും ഒത്തൊരുമിച്ച് നിന്ന് നമ്മുടെ പൊന്നുമക്കളെ സ്വാലിഹ്യങ്ങളാക്കാൻ പരിശ്രമിക്കണം. ഇല്ലെങ്കിൽ വലിയ അപകടം നമ്മളെ കാത്തിരിപ്പുണ്ട്. അള്ളാഹു നമ്മുടെ പൊന്നുമക്കളെ സ്വാലിഹ്യങ്ങളിൽ പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.